അന്താരാഷ്ട്ര തലത്തിൽ ഇന്ന് ഈ ഓഗസ്റ്റ് 5 വന്നിരിക്കുന്നൊരു വാർത്ത ഹൃദയഭേദകമാണ്. ഒരു ദിവസം 28 കുട്ടികൾ, പ്രത്യേകിച്ച് 5-6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ 28 പേർ ഒരു ദിവസം ആഹാരം കിട്ടാതെ, ഒപ്പം ആക്രമണങ്ങൾ ഭയന്ന്, ആക്രമണങ്ങൾ നേരിട്ട് ഗസ സ്ട്രിപ്പിൽ മാത്രം മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ആ കണക്ക് പറയുന്നത്. ഇത് പറയുന്നത് ആരാണ്? ന്യൂനപോഷണവും പട്ടിണിയും ആക്രമണവുമാണ് ഇതിൻ്റെ കാരണങ്ങളെന്ന് പറയുന്നത് ആരാണ്? യൂണിസെഫ് എന്ന ലോകം മുഴുവനും കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന UN-ൻ്റെ കൂടെയുള്ള പ്രസ്ഥാനം തന്നെയാണ് ഈ പറയുന്നത്. 28 കുട്ടികൾ ഒരു ദിവസം മരിക്കുന്നു എന്ന് വെച്ചാൽ വേറൊരു കണക്കാര് പറയണം. ഒരു ക്ലാസ് റൂമിലെ കുട്ടികൾ എത്രയാണോ ഏതാണ്ട് അത്രയും തന്നെ. കഴിഞ്ഞ 22 മാസങ്ങൾക്കിപ്പുറം 2023 ഒക്ടോബർ ആദ്യത്തെ ആഴ്ചയാണല്ലോ ആക്രമണം ആരംഭിക്കുന്നത്. 22 മാസമാകുമ്പോൾ 18,000-ലധികം കുട്ടികളാണ്, ഈ 5-6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഗസയിൽ മാത്രമായി മരിച്ചത്. ഇപ്പോൾ ഇസ്രായേൽ പറയുന്നതും തയ്യാറെടുക്കുന്നതും ഗസയെ കൂടി ഒരു അധിനിവേശ പ്രദേശമാക്കി മാറ്റിയിട്ട് തങ്ങളുടെ കൂടെ, ഇസ്രായേലിൻ്റെ കൂടെ ചേർത്ത് നിർത്താൻ പറ്റുമോ, അതിനുവേണ്ടിയുള്ള ആക്രമണം സജ്ജമാക്കുക എന്നുള്ളതാണ്. മുതിർന്ന ചില ആളുകളുടെയൊക്കെ ചിത്രങ്ങൾ കാണിക്കാൻ പറ്റാത്ത വിധമാണ്. അതായത് നേരെ അവരുടെ ഭാരം പകുതിയിലധികമായി കുറഞ്ഞിട്ട്, ഒട്ടി വലിഞ്ഞിട്ട് ശരീരത്തിലെ എല്ലുകളൊക്കെ പുറത്തേക്കിനെ കാണാം. ഈ കണക്കും ചിത്രങ്ങളും നേരത്തെ വന്നുകൊണ്ടിരുന്നത് സോമാലിയ, എത്യോപ്യ തുടങ്ങിയ രാജ്യങ്ങളിലാണ്. അവിടങ്ങളിൽ ഇപ്പോഴും അത്തരം പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതിനെ മറികടക്കുന്ന വിധത്തിലുള്ള കണക്കാണ് ഗസയിൽ നിന്ന് ഇപ്പോൾ വരുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം. ആളുകൾ സംഭാവന ചെയ്യാൻ വേണ്ടി ലോകം മുഴുവനുമുണ്ട്. ആഹാരം കൊടുക്കാൻ, വെള്ളം കൊടുക്കാൻ, വസ്ത്രങ്ങൾ കൊടുക്കാൻ, മരുന്ന് സപ്ലൈ ചെയ്യാൻ. പക്ഷേ ഇതൊന്നും നിയന്ത്രണങ്ങൾ കാരണം അങ്ങോട്ട് എത്തുന്നില്ല, കുട്ടികൾക്ക് കിട്ടുന്നില്ല. വല്ലപ്പോഴും കിട്ടുന്ന ചില ആഹാരം പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ഓടിക്കൂടുമ്പോൾ ഇപ്പുറത്തൊന്ന് വെടിവെക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ഇതൊക്കെ ചോദിക്കാനും പറയാനും ലോകത്തൊരു സിസ്റ്റമില്ലേ എന്ന സംശയമാണ് ഞങ്ങൾക്കുള്ളത്. വലിയ വലിയ ആളുകൾ സമാധാനത്തിന് വേണ്ടി, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി, സമാധാന പരിസരമുള്ളൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാകാൻ വേണ്ടി, കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി, വനിതകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒത്തുകൂടുന്ന എത്രയോ സമ്മേളനങ്ങൾ, ഉച്ചകോടികൾ നമ്മൾ കാണുകയാണ്. പക്ഷേ അതിൻ്റെയൊക്കെ റിസൾട്ട് എൻഡ് ഓഫ് ദി ഡേ അവസാനം എന്താ സംഭവിക്കുന്നത്? ഇതൊക്കെ അറിയാൻ കൗതുകമുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ വ്യാപരിക്കുന്ന ആരെങ്കിലും ഇത് കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്? എവിടെയെങ്കിലുമൊക്കെ ഇത്തരം ജോലികളുമായി ജീവകാരുണ്യ മേഖലയിൽ ജോലി ചെയ്യാനൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ അവസരം കിട്ടിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ പരിചയത്തിലുണ്ടെങ്കിൽ, അവരുടെയൊക്കെ അനുഭവം എന്താണ്? ഇതൊക്കെ ഒന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഏതായാലും ഈ കുട്ടികൾക്ക് ഒരു ശാശ്വതമായ മോചനം കിട്ടാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി ലോകത്ത് നടക്കട്ടെ. അതിനുള്ള തമ്പുരാക്കന്മാരെല്ലാം ഒന്ന് കണ്ണു തുറക്കട്ടെ എന്ന് മാത്രം ആശിക്കുന്നു.